അപ്പോൾ ഈ സമത്വ സമാജം എന്ന് പറയുന്നത് വന്ന വർഷം 1836 ഇത് ഓർത്തിരിക്കാൻ ഒരു കാര്യം പറയാം. 36 എന്ന് പറഞ്ഞാൽ 18 × 2 അല്ലേ 36. അപ്പം നമ്മൾ ഇങ്ങനെ ഓർത്തിരിക്കുക. കാര്യം ചിലപ്പോൾ ഓപ്ഷനകത്ത് ഈഴവ സമാജം, അപ്പം നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ കൺഫ്യൂഷൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തന്നെ PSC എന്ത് ചെയ്യും, ഓപ്ഷനിൽ TK മാധവൻ എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ ഒരു മാറ്റത്തിന് നിർണായക പങ്ക് വഹിച്ചതാണല്ലേ. നമ്മുടെ നവോത്ഥാന നായകരും നവോത്ഥാന പ്രസ്ഥാനങ്ങളുമാണ് കേരളത്തിലുണ്ടായിരുന്ന ഒരുപാട് അനാചാരങ്ങളെ തുടച്ചു മാറ്റിയത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ PSC ഈ നവോത്ഥാന നായകരിൽ നിന്നും നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ നിരവധി ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ മൈമെൻറ്റർ PSC യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സമത്വ സമാജം. ഇത് വന്ന വർഷം 1836. അപ്പോൾ സമത്വ സമാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട് എന്ത്, ഇക്വാളിറ്റി എന്നൊരു മീനിങ് വരുന്നില്ലേ സമത്വം എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഈക്വൽ എന്നൊരു മീനിങ് വരുന്നുണ്ട് എന്ത്, സമത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമത്വ സമാജം എന്ന് പറയുന്നത് വന്ന വർഷം 1836. ഇത് ഓർത്തിരിക്കാൻ ഒരു കാര്യം പറയാം. 36 എന്ന് പറഞ്ഞാൽ 18 × 2 അല്ലേ 36. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓർത്തിരിക്കുക. കാര്യം ചിലപ്പോൾ ഓപ്ഷനകത്ത് 1834 അല്ലെങ്കിൽ 1835 എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇരട്ടിയാണ് ഇത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ സമത്വ സമാജം എന്ന് പറയുന്ന നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത്? നമ്മുടെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായ വൈകുണ്ഠസ്വാമിയാണ് എന്ത് ചെയ്തത്, സമത്വ സമാജം എന്ന പ്രസ്ഥാനം രൂപം കൊടുത്തത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? സമത്വ സമാജം എന്ന പ്രസ്ഥാനമാണ്. ഓക്കെ, ഇത് സ്ഥാപിതമായ വർഷം 1836. സ്ഥാപകൻ വൈകുണ്ഠസ്വാമിയാണ്. നമുക്കറിയാം, വൈകുണ്ഠസ്വാമിയുടെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു അല്ലേ. ഇദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് ഈ പേരിടുന്നതിൽ സവർണർ എന്ത് ചെയ്തു, എതിർപ്പ് പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് മാറ്റി മുത്തുക്കുട്ടി എന്നാക്കേണ്ടി വന്നു. അപ്പോൾ ചെറിയ പ്രായത്തിലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഈ ഒരു ജാതിപരമായ വിവേചനത്തിന് വിധേയനാകേണ്ടി വന്ന വ്യക്തിയാണ് ആര്, നമ്മുടെ വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന നിലയിലാണ് എന്ത്, സമത്വ സമാജം ഇമ്പോർട്ടൻ്റ് ആകുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ സമത്വ സമാജം എന്ന് പറയുന്നത്. ഇനി സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ശുചീന്ദ്രമാണ്. ശുചീന്ദ്രം എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അല്ലേ. നിലവിൽ ഇത് തമിഴ്നാട്ടിലാണെങ്കിലും അന്ന് നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു ഭാഗം കൂടി കേരളത്തിനോടൊപ്പമായിരുന്നു. അപ്പോൾ അന്ന് ഇത് കേരളത്തിലായിരുന്നു. അതുകൊണ്ടാണ് എന്ത്, കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് എന്തറിയപ്പെടുന്നത്, സമത്വ സമാജം അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് വന്ന വർഷം 1836. പ്രീവിയസ് ചോദ്യമാണിത്, 1836 എന്നുള്ളത്. അത് ഓർത്തിരിക്കാനുള്ള കോഡാണ് പറഞ്ഞത്. 18ൻ്റെ ഇരട്ടിയാണ് 36 എന്ന് ഓർത്തിരിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വർഷങ്ങളൊക്കെ തരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നവോത്ഥാന പ്രസ്ഥാനമാണ് ഹിദായത്തുൽ ഇസ്ലാം സഭ. ഇത് വന്ന വർഷം 1889. അപ്പം ഈ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹിമായത്തുൽ ഇസ്ലാം സഭയാണ്. ഇത് വന്ന വർഷം 1889. വന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക ഈ വർഷം മാത്രം. അഥവാ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങാണെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ വർഷം മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന സ്ഥാപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം വിദ്യാഭ്യാസം, മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ സംഘടനയാണ് ഏതെന്ന് പറയുന്നത് ഹിമായത്തുൽ ഇസ്ലാം സഭ. വന്ന വർഷം 1889. അപ്പോൾ ഇവർ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്ന സംഘടന ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഓക്കെ, അപ്പം കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ്? ഹിമായത്തുൽ ഇസ്ലാം സഭയാണ്. 1889 ഈ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മൾ ആദ്യമേ പഠിച്ച സമത്വ സമാജമാണെന്ന് ഓർത്തിരിക്കുക. ഏത് വർഷം? 1836 എന്നും
ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു സംഘടനയാണ് ഈഴവ മഹാസഭ എന്ന് പറയും. ഈഴവ മഹാസഭ ഇത് വന്ന വർഷം 1896 ഈഴവ മഹാസഭ. ഇത് സ്ഥാപിതമായ വർഷം 1896 നമ്മൾ പറഞ്ഞു. ഇനി ഇത് സ്ഥാപിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് എന്ത് ചെയ്തത്? ഈഴവ മഹാസഭ സ്ഥാപിച്ചത്. ഇനി ഈഴവ മഹാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഈ ഈഴവ മഹാസഭയുടെ മറ്റ് പേരുകളാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ മഹാ ഈഴവ സംഘം. അപ്പോൾ ഈ രണ്ട് പേരിൽ ചോദിച്ചാലും നമ്മുടെ ഉത്തരം ഏത് തന്നെയാണ്. ഇപ്പം ഈ രണ്ട് പേര് ചോദിക്കുകയാണ്, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ്? 1896. മഹാ ഈഴവ സംഘം സ്ഥാപിതമായ വർഷം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? 1896. അപ്പം ഈ ഒരു സംഘടനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപകനെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും ഒരു ഓപ്ഷൻ TK മാധവനായിരിക്കും. ആരായിരിക്കും? TK മാധവനായിരിക്കും. അതിന് കാരണം പുള്ളിക്കാരനും ഇതുപോലെ ഒരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ പേരാണ് ഈഴവ സമാജം. ഏതാണ്? ഈഴവ സമാജം. അപ്പം നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ കൺഫ്യൂഷൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തന്നെ PSC എന്ത് ചെയ്യും? ഓപ്ഷനിൽ TK മാധവൻ എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു ആണ്. അത് ഓർത്തിരിക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. ഈ പൽപ്പു എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഈഴവ സമുദായത്തിലെ ഡോക്ടർ ബിരുദം നേടിയ ആദ്യത്തെ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു മഹാനാണെന്ന് ഓർക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഈഴവ മഹാസഭ ആര് കൊണ്ടുവന്നു? പൽപ്പു കൊണ്ടുവന്നു. ഇനി ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘത്തിൻ്റെ വേറൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ ഈഴവ സമാജം അല്ല എന്ന് ഓർത്തിരിക്കുക. ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ മഹാൻ എന്നൊരു മീനിങ് ആണല്ലോ. അപ്പോൾ അതും എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? മഹാസഭ എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈഴവ മഹാസഭ ഏത് വർഷം സ്ഥാപിച്ചു? 1896. ആരാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ സംഘടനയാണ് ഹിദായത്തുൽ മുസ്ലിമീൻ സഭ. ഇത് വന്ന വർഷം 1897. ഓക്കെ, സ്ഥാപിതമായ സ്ഥലം എന്ന് പറയുന്നത് മഞ്ചേരിയാണ്. മുസ്ലിം നവോത്ഥാനത്തിന്റെ ഭാഗമായി ഏറനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഹിദായത്തുൽ മുസ്ലിമീൻ സഭ. ഈ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, വർഷം മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഹിദായത്തുൽ മുസ്ലിമീൻ സഭ 1897 എന്ത് ചെയ്തത്? സ്ഥാപിക്കപ്പെട്ടത്. അപ്പം ഇത് സ്ഥാപിതമായ സ്ഥലം എവിടെയാണ്? മഞ്ചേരിയാണ്. ഇനി മുസ്ലിം നവോത്ഥാനത്തിന്റെ ഭാഗമായി ഏറനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിദായത്തുൽ മുസ്ലിമീൻ സഭയാണെന്ന് ഓർത്തോളുക. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്ത സംഘടനയാണ് മൗനത്ത് ഉൽ ഇസ്ലാം സഭ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്ഥാപിതമായത് 1900 എന്ത് ചെയ്യുന്നത്? മൗനത്ത് ഉൽ ഇസ്ലാം സഭ സ്ഥാപിതമായത്. ഇതിൻ്റെ ആസ്ഥാനം പൊന്നാനിയാണ്. പൊന്നാനി നമുക്കറിയാം, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ കേരളത്തിൽ മുസ്ലിം മതപ്രചരണം ലക്ഷ്യമാക്കി നിലവിൽ വന്ന സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? മൗനത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്ന സംഘടന. കേരളത്തിലെ മുസ്ലിങ്ങളുടെ മതപ്രചരണം ലക്ഷ്യമാക്കി വന്ന സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? മൗനത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്ന ഈ സംഘടന. ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് മാലിയക്കൽ പൂക്കോയ തങ്ങൾ. ആരാണ്? മാലിയക്കൽ പൂക്കോയ തങ്ങൾ. ആദ്യ ജനറൽ സെക്രട്ടറി പുതിയകാത്ത് കുഞ്ഞിബാവ മുസ്ലിയാർ. ഇത് പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ഇതിൻ്റെയും വർഷമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ആസ്ഥാനം, വർഷവും ആസ്ഥാനവും മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി അതല്ല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കേരളത്തിൽ മുസ്ലിം മതപ്രചരണം ലക്ഷ്യമാക്കി നിലവിൽ വന്ന സംഘടന ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരം ഏതാണ്? മൗനത്തുൽ ഇസ്ലാം സഭയാണെന്ന് ഓർത്തുകൊള്ളുക. അടുത്ത സംഘടനയാണ് SNDP. SNDP വന്ന വർഷമാണ് ഏത്? 1903 എന്ന് പറയുന്നത്. ഈ SNDP എന്ന് പറയുന്ന സംഘടനയ്ക്ക് നമ്മുടെ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SNDPയുടെ മാതൃകയിൽ പിന്നെ കുറേ സംഘടനകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല SNDP എന്ന് പറയുന്നത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ്, കറക്റ്റായിട്ടൊരു തെരഞ്ഞെടുപ്പുള്ള അല്ലെങ്കിൽ ഒരു പ്രവർത്തന ശൈലി ഫോളോ ചെയ്തിരുന്ന ഒരു സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? SNDP എന്ന് പറയുന്നത്. അപ്പോൾ ഈ SNDPയുടെ ഫുൾ ഫോം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. അങ്ങനെയാണ് എന്ത് വരുന്നത്? SNDP എന്ന പേര് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഇത് സ്ഥാപിതമായ വർഷം 1903 മെയ് 15. ഇത് പ്രീവിയസ് ചോദ്യമാണ്.
പ്രീവിയസ് എന്നല്ല, റിപ്പീറ്റഡ് ചോദ്യമാണ്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. SNDP സ്ഥാപിതമായ വർഷം 1903 മെയ് 15-നാണ്. SNDPയുടെ സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് എന്ത് SNDPയുടെ സ്ഥാപകൻ. ഇനി SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലമാണ്. കൊല്ലമാണ് SNDPയുടെ ആസ്ഥാനം. ഓക്കെ, അപ്പോൾ ഈ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തിന് SNDPയുമായി ബന്ധപ്പെട്ട് വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥാപിതമായിരിക്കുന്നത്? അതും കൊല്ലത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് പഠിക്കാം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് SNDPയുടെ പേര്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലത്താണ്. ഈ പറയുന്ന SNDPയുടെ ആസ്ഥാനം ഇവിടെ തന്നെയാണ്, കൊല്ലത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് ഒരു മുൻഗാമിയുണ്ട്. അതറിയപ്പെടുന്ന പേരെന്താണ്? വാവൂട്ട് യോഗം എന്നാണ്. അപ്പം ഇതും പ്രീവിയസ് ചോദ്യമാണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണ്? വാവൂട്ട് യോഗമാണ്. ഇനി ഈ വാവൂട്ട് യോഗം എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുവിപ്പുറത്ത് വരുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി വേണ്ടി തുടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത്? വാവൂട്ട് യോഗം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം. അപ്പം ഈ ഒരു പ്രസ്ഥാനമാണ് എന്ത്? SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഇനി SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. നമുക്കറിയാം ശ്രീനാരായണ ഗുരുവും അരുവിപ്പുറവും തമ്മിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബന്ധമുണ്ട്. ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തത്? ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? അരുവിപ്പുറം ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അരുവിപ്പുറം ക്ഷേത്ര യോഗമാണ് എന്ത് ചെയ്തത്? SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? വാവൂട്ട് യോഗമാണെന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ ഈ അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച ഏത് വർഷമാണ്? 1898 എന്ത് ചെയ്യുന്നത്? അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിക്കപ്പെടുന്നത്. SNDPയോ 1903 രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ SNDPയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? SNDP എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. അതായത് നിശ്ചിതമായ ഒരു ഭരണഘടന, പ്രവൃത്തി പദ്ധതി, അതുപോലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾ, കാലാകാലങ്ങളിൽ കറക്റ്റായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സമ്പ്രദായം ഫോളോ ചെയ്യുന്ന സംഘടനയാണ് ഇത് SNDP എന്ന് പറയുന്നത്. ഇനി SNDPയുടെ ആജീവനാന്തകാല പ്രസിഡന്റ് ആരാണ്? അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. SNDPക്ക് മറ്റ് പ്രസിഡന്റ് ആരാണ്? SNDPയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അതും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ SNDPയുടെ ആജീവനാന്തകാല പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ സെക്രട്ടറിമാർ മാത്രമേ മാറത്തുള്ളൂ. ഓക്കെ, ഇനി SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ മഹാകവി കുമാരനാശാനാണ് SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ വൈസ് പ്രസിഡന്റോ നമ്മൾ ഓൾറെഡി കണ്ടൊരു വ്യക്തി തന്നെയാണ്. ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ വൈസ് പ്രസിഡന്റ്. എന്തിൻ്റെ? SNDP യോഗത്തിൻ്റെ. അപ്പോൾ SNDP യോഗത്തിൻ്റെ ആജീവനാന്തകാല പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവാണ്. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കുമാരനാശാനാണ്. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. എന്താണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? SNDP എന്ന് പറയുന്നത്. വന്ന വർഷം 1903. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മുൻഗാമി ആരാണ്? വാവൂട്ട് യോഗമാണ് ഇതിൻ്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ഇനി SNDP യോഗത്തിലെ മുഖപത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ മുഖപത്രത്തിൻ്റെ പേരാണ് വിവേകോദയം. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വ്യക്തിയുമായിട്ട് ഇതിനെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. ആരായിരിക്കും ആ വ്യക്തി? വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് എന്ത്? വിവേകോദയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഘടന സ്ഥാപിക്കാൻ ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞ വ്യക്തി ആരാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ്. ഡോക്ടർ പൽപ്പു വഴിയാണ് സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പം ഈ വിവേകാനന്ദൻ പറഞ്ഞത് പ്രകാരമാണ് പൽപ്പു ചെന്ന് ശ്രീനാരായണ ഗുരുവിനോട് പറഞ്ഞ് എന്ത് ചെയ്യുന്നത്? SNDP യോഗം സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്മരണയ്ക്കായിട്ടാണ് എന്ത് ഇവരുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഇതറിയപ്പെടുന്നത് ഈഴവ ഗസറ്റ് എന്നാണ്. വിവേകോദയം അറിയപ്പെടുന്ന പേരാണ് ഈഴവ ഗസറ്റ്. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നുള്ളത്. ഇതിനകത്ത് കുറേ നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ട്. അതിനകത്ത് അവർക്കെല്ലാം കുറേ മുഖപത്രങ്ങളുമുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ തന്നിട്ട് ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വിവേകോദയമാണ്. ഓക്കെ,
അപ്പോൾ ഈ വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപരാണ് എം ഗോവിന്ദൻ. ഈ ഇനിഷ്യൽ എപ്പോഴും ശ്രദ്ധിച്ചോണം, കാര്യം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറേ ഗോവിന്ദന്മാരെ കാണും. അപ്പോൾ ഈ വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? എം ഗോവിന്ദനാണ്. ഇനി SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് ഏതെന്ന് പറയുന്നത്? യോഗനാഥം എന്ന് പറയുന്നത്. യോഗനാഥം, അതായത് വിവേകോദയം എന്നുള്ള പേര് മാറ്റി SNDP യോഗത്തിൻ്റെ ഇപ്പോഴത്തെ മുഖപത്രമാണ് ഏതെന്ന് പറയുന്നത്? യോഗനാഥം. ഇതൊരു മാഗസിനാണ് കേട്ടോ. യോഗനാഥം എന്ന് പറയുന്നത് ഒരു മാഗസിനാണ്. അപ്പം ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ 1904 രൂപീകൃതമായ സ്ത്രീ സമാജം, ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ കൂടി ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അധ്യക്ഷ ആരാണെന്ന് ചോദിച്ചാൽ അത് മാതാ പെരുമാളാണ്. മാതാ പെരുമാൾ. ഈ മാതാ പെരുമാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഡോക്ടർ പൽപ്പുവിൻ്റെ അമ്മയാണ്. അപ്പോൾ 1904 സ്ത്രീ സമാജം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതിൻ്റെ അധ്യക്ഷ എന്ന് പറഞ്ഞാൽ മാതാ പെരുമാളാണ്. ഈ മാതാ പെരുമാൾ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ പൽപ്പുവിൻ്റെ അമ്മയാണ്. ഇതാണ് അരുവിപ്പുറം ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന യോഗത്തിലാണ് SNDP യോഗം രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ ക്ഷേത്രം നമുക്ക് PSCക്കാർക്ക് പഠിക്കുന്നവർക്കെല്ലാം അറിയാം. അതായത് നമ്മൾ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏത് വർഷമാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്? 1888 ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നതാണ് ഇത് നെയ്യാർ എന്ന് പറയുന്നത്. ഈ നെയ്യാറിൽ നിന്ന് ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തു? ശങ്കരൻകുഴി പോയി ഇത് ശില എടുത്തുകൊണ്ട് വന്നാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈഴവ ശിവനെയാണ് ഞാൻ പ്രതിഷ്ഠിച്ചത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഏത് പ്രതിഷ്ഠയുടെ സമയത്താണ്? ഈ പറയുന്ന അരുവിപ്പുറം പ്രതിഷ്ഠയുടെ സമയത്താണ്. കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കാം. അടുത്തതാണ് നമ്മുടെ സാധുജന പരിപാലന സംഘം. 1907 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഇത് സാധുജന പരിപാലന സംഘം. ഇതിൻ്റെ സ്ഥാപകനാണ് ആര്? മഹാനായ അയ്യങ്കാളി. ആരാണ്? മഹാനായ അയ്യങ്കാളിയാണ് എന്ത് ചെയ്ത്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്ര, സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ് ഇത് സാധുജന പരിപാലന സംഘം. നമുക്കറിയാം ഈ അയ്യങ്കാളി എന്ന് പറയുന്ന വ്യക്തി താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചൊരു വ്യക്തിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, സ്കൂളുകളിൽ പഞ്ചമി എന്ന് പറയുന്ന ഒരു കുട്ടിയെ കൊണ്ട് പോവുകയും ആ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്നീട് അത് പ്രശ്നമാകുന്നതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ട്. ഇത് നവോത്ഥാന നായകരിൽ അയ്യങ്കാളിയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലുവണ്ടി സമരം, പിന്നെ അടിലഹള അല്ലെങ്കിൽ പെരുന്നാട് ലഹള, അങ്ങനെ കുറേ ലഹള നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ആര്? നമ്മുടെ അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു, അല്ലെ ക്ഷേത്ര പ്രവേശനത്തിന് സ്വാതന്ത്ര്യമില്ലായിരുന്നു, വിദ്യാഭ്യാസം നേടാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഈ ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി തുടങ്ങിയ സംഘടനയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. ഇത് വന്ന വർഷം പ്രീവിയസ് ചോദ്യമാണ്. സാധുജന പരിപാലന സംഘം വന്ന വർഷം പ്രീവിയസ് നല്ല ഒരുപാട് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് സ്ഥാപിതമായ വർഷം 1907. ഇനി സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്ന പ്രചോദനമായ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? SNDP ആണ്. അപ്പോൾ SNDPയുടെ മോഡലിൽ അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത് സാധുജന പരിപാലന സംഘം. അപ്പോൾ ഈ സാധുജന പരിപാലന സംഘത്തിനും ഒരു മുഖപത്രമുണ്ട്. അതിൻ്റെ പേരാണ് സാധുജന പരിപാലനി. ഈ മുഖപത്രത്തിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചു തുടങ്ങിയ വർഷം, ഇത് പ്രീവിയസ് ചോദ്യമാണ്, 1913. ഏത് വർഷം? 1913 സാധുജന പരിപാലനി എന്നുള്ള സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ സാധുജന പരിപാലന സംഘം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘവുമായിട്ട് പേരിൽ തന്നെ നല്ല സാമ്യം തോന്നാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഓർത്തിരിക്കാം ഏത് സംഘടനയുടെ മോഡലിലാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചത്? അത് SNDPയുടെ മോഡലിലാണ്. ഓക്കെ, അപ്പോൾ ഈ സാധുജന പരിപാലനയും പ്രീവിയസ് ചോദ്യമാണ്. ഇത് പ്രസിദ്ധീകരിച്ച വർഷം 1913. സാധുജന പരിപാലനയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ സാധുജന പരിപാലനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? സാധുജന പരിപാലനയാണ്. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായ സാധുജന പരിപാലനയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലമാണ് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്. ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നുമാണ് സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ ഈ സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപരായിരുന്നു? ചെമ്പംതറ കാളിചോതി കറുപ്പനായിരുന്നു നമ്മുടെ സാധുജന പരിപാലനയുടെ മുഖ്യ
പത്രാധിപർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷമാണ് 1938. ഇത് പ്രീവിയസ് ചോദ്യമാണ്. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം 1938. ഇനി സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സംഘടനയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് കേശവൻ ശാസ്ത്രിയാണ്. ഈ സംഘടനയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധുജന പരിപാലന സംഘം ഇപ്പൊ ഏത് സംഘടനയിലാണ് ലയിച്ചിരിക്കുന്നത്? നമ്മുടെ സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ എന്ന് പറയുന്ന സംഘടനയിലാണ് ലയിച്ചിരിക്കുന്നത്. അത് ആരാണ് അത് സ്ഥാപിച്ചത്? കേശവൻ ശാസ്ത്രി എന്ന വ്യക്തി സ്ഥാപിച്ച നമ്മുടെ സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സാധുജന പരിപാലന സംഘം ഇപ്പോൾ ലയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വന്ന വർഷം 1907 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി അടുത്തതാണ് യോഗക്ഷേമ സഭ. 1908 സ്ഥാപിതമായ സംഘടനയാണ് ഇത് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് സവർണർ അല്ലെ ഉയർന്ന ജാതിക്കാരിൽ സ്ഥാപിതമായ ഒരു സംഘടനയാണ് ഏതെന്ന് പറയുന്നത് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. ഇതിന്റെ സ്ഥാപക നേതാക്കളാണ് കുരൂർ ഉണ്ണി നമ്പൂതിരിപ്പാടും വടക്കില്ലത്ത് ജാതവേദൻ നമ്പൂതിരി. ഇവർ രണ്ടുപേരുമാണ് ഇതിന്റെ സ്ഥാപകർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സ്ഥാപിതമായ വർഷം 1908 ആണ്. ഈ യോഗക്ഷേമ സഭ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരി. നമുക്ക് യോഗക്ഷേമ സഭ എന്ന് കേൾക്കുമ്പോഴേ ആദ്യമേ ഓർമ്മ വരുന്നത് വി.ടി. ഭട്ടതിരിപ്പാടിനെയാണ് അല്ലേ? അപ്പോൾ അദ്ദേഹമാണ് ഇത് വി.ടി. ഭട്ടതിരിപ്പാട്. ഇനി യോഗക്ഷേമ സഭ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണെന്ന് ഓർത്തുകൊള്ളുക. ഇതിന്റെ ആപ്തവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അതായത് ഈ നമ്മുടെ സവർണ ജാതിക്കാരുടെ ഇടയിൽ തന്നെ അവർണരോടുള്ള ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് നമ്പൂതിരിയെ മനുഷ്യനാക്കി മാറ്റുക എന്ന രീതിയിലാണ് എന്തിന്റെ ആപ്തവാക്യം? നമ്മുടെ യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. അപ്പൊ ഈ ഒരു സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ ഈ ഒരു സമുദായത്തിലുള്ള ആൾക്കാർ തന്നെ സ്ഥാപിച്ച സംഘടനയാണ് ഇത് യോഗക്ഷേമ സഭ. ഇതിനകത്തിലെ അനാചാരങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ സമുദായത്തിലെ തന്നെ ആൾക്കാരെ സ്ഥാപിച്ച സംഘടനയാണ് ഇത് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. ഈ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് ഇത് മംഗളോദയം. നമ്മളിപ്പോൾ 3 എന്ത് പഠിച്ചു? മുഖപത്രങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? നമ്മുടെ ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന വിവേകോദയം പഠിച്ചു. ഏതിൻ്റെയാണ്? SNDPയുടെ ആണത് അല്ലേ? SNDPയുടെ പഠിച്ചു. സാധുജന പരിപാലനി എന്തിൻ്റെയാണ്? സാധുജന പരിപാലന സംഘത്തിൻ്റെയാണ് അല്ലേ? അടുത്ത 3-മത്തെയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മംഗളോദയം. മംഗളോദയം ഏതിൻ്റെയാണ്? അതായത് യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മംഗളോദയത്തിന്റെ പ്രസാധകനായിരുന്ന മലയാള കവിയാണ് നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇദ്ദേഹം നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് എന്തെന്ന് പറയുന്നത് യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്ന മംഗളോദയത്തിന്റെ എന്തെന്ന് പറയുന്നത് പ്രസാധകൻ എന്ന് പറയുന്ന വ്യക്തി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയായിരുന്നു. ഓക്കെ, ഇനി യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഇത് പ്രീവിയസ് ചോദ്യം കേട്ടോ. ഈ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നുള്ളത് യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ്. ആരെന്ന് പറയുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. SNDPയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ഇനി യോഗക്ഷേമ സഭ പുറത്തിറക്കിയ മാസികകളാണ് ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം എന്നീ 2 മാസികകൾ. അപ്പൊ യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകളാണ് ഏതൊക്കെ? ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമ എന്ന മാസികകളും. ഇനി അന്തർജന സമാജം സ്ഥാപിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. ആരാണ്? നമ്മുടെ വി.ടി. ഭട്ടതിരിപ്പാടാണ് എന്ത് ചെയ്യുന്നത്? അന്തർജന സമാജം അതുപോലെ തന്നെ ബഹുമത സമൂഹം എന്നിവർ സ്ഥാപിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഈ യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദി എവിടെയായിരുന്നു? ആലുവയായിരുന്നു. അപ്പൊ യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ വേദി എവിടെയായിരുന്നു? ആലുവയിലായിരുന്നു. യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസ്സാക്കിയത് ഏത് വർഷമാണ്? പേരമംഗലം സമ്മേളനത്തിൽ 1933 പേരമംഗലം സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്? വിധവകളെ പുനർവിവാഹം ചെയ്യിക്കാനുള്ള പ്രമേയം എന്ത് ചെയ്യുന്നത്? പാസ്സാക്കിയത്. ഏത് സമ്മേളനം? പേരമംഗലം സമ്മേളനം 1933. അപ്പൊ യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ മാസികകളാണ് ഏതൊക്കെ? ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും. അന്തർജന സമാജം ബഹുമത സമൂഹം. അന്തർജന സമാജം ബഹുമത സമൂഹം ഈ 2 എണ്ണവും സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ വി.ടി. ആണെന്ന് ഓർത്തുകൊള്ളുക. ഇനി യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി ഏതാണ്?
ആലുവയാണ്. യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനത്തിലാണ്? പേരമംഗലം സമ്മേളനം. 1933 പേരമംഗലം സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇവര് വിധവാ പുനർവിവാഹ പ്രമേയം പാസ്സാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 1909 വന്ന നമ്മുടെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന സംഘടന അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയും, അല്ലെങ്കിൽ PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS. ഇദ്ദേഹമാണ് ഈ പറയുന്ന യോഹന്നാൻ. അപ്പം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം ഏതാണ്? 1909 നമ്മൾ പറഞ്ഞു. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാരഗുരുദേവൻ. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ യോഹന്നാൻ എന്നും കുമാരഗുരുദേവൻ എന്നും കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇത് രണ്ടും ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ പേരുകളാണ് കുമാരഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ എന്നും പൊയ്കയിൽ അപ്പച്ചൻ എന്നും അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഇരവിപേരൂരാണ്. ഈ ഇരവിപേരൂർ ഏത് ജില്ലയിലാണ്? അത് പത്തനംതിട്ട ജില്ലയിലാണ്. ഓക്കെ, അപ്പം ഇരവിപേരൂർ, പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരവിപേരൂരാണ് ഏതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി PRDS ഒരു മുഖപത്രമുണ്ട്. ആ മുഖപത്രമാണ് ഏത്? ആദിയാർ ദീപം. ഏതാണ്? ആദിയാർ ദീപം. ആദിയാർ ദീപം എന്നറിയപ്പെടുന്ന ഏതാണ്? ഏതിൻ്റെ മുഖപത്രമാണ്? നമ്മുടെ PRDSന്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആണ് എന്ത്? ആദിയാർ ദീപം എന്ന മുഖപത്രം. അപ്പോൾ പ്രത്യക്ഷപ്പെടുമ്പം ദീപം പ്രത്യക്ഷപ്പെടുന്നു എന്ന് വല്ലതും ഓർത്തിരിക്കുക, കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അടുത്ത സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം. 1912 ഈ ഒരു സംഘടന നിലവിൽ വരുന്നത്. ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് കാവാരിക്കുളം കണ്ടൻ കുമാരൻ. ഇദ്ദേഹമാണ് ആ വ്യക്തി. സ്ഥാപകൻ ആരാണ്? കാവാരിക്കുളം കണ്ടൻ കുമാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തിന്റെ സ്ഥാപകൻ? ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം എന്നുള്ള ഈ സംഘടനയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇത് സ്ഥാപിതമായത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. അപ്പൊ നമുക്കറിയാം എന്താണ്? തിരുവിതാംകൂറിലെ പറയ സമുദായത്തിന്റെ ഉന്നമനത്തിന് സ്ഥാപിതമായ സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് ഇത് BPSJPS, ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം, BPSJPS എന്നുള്ള ഈ സംഘടന. ഇതിന്റെ സ്ഥാപകൻ ആരാണ്? കാവാരിക്കുളം കണ്ടൻ കുമാരനാണ്. ഓക്കെ, ഇനി അടുത്ത സംഘടനയാണ് NSS. NSS സ്ഥാപിതമായ വർഷം ഏതാണ്? 1914. 1914 എന്ത് സ്ഥാപിതമാകുന്നത്? NSS സ്ഥാപിതമാകുന്നത്. NSSന്റെ ഫുൾ ഫോം ആണ് എന്തെന്ന് പറയുന്നത്? നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി എന്നുള്ളത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? NSSന്റെ എക്സ്പാൻഷനാണ്. ഓക്കെ, ഇത് സ്ഥാപിതമായ വർഷം 1914 ഒക്ടോബർ 31. NSSന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന സ്ഥലത്താണ്. ഇതാണ് NSSന്റെ ആസ്ഥാനം കേട്ടോ. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലുള്ള ഇതാണ് NSSന്റെ ആസ്ഥാനം. ആദ്യകാല പേരെന്ന് പറയുന്നത് നായർ ഭൃത്യജന സംഘം. ഇമ്പോർട്ടൻ്റ് ആണ്. നായർ ഭൃത്യജന സംഘം എന്നാണ് എന്ത്? NSSന്റെ ആദ്യകാല പേരെന്ന് പറയുന്നത്. ഈ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് കപ്പന കണ്ണൻ മേനോൻ, അല്ലെ K കണ്ണൻ മേനോൻ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. അപ്പം ഈ നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? കപ്പന കണ്ണൻ മേനോൻ, അല്ലെ K കണ്ണൻ മേനോൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, അതിന്റെ മാതൃകയിലാണ് എന്ത് ചെയ്തത്? NSS ആരംഭിച്ചത്. അപ്പൊ ഇതും പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ സ്ഥാപിതമായ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് NSS ആണെന്ന് ഓർത്തുകൊള്ളുക. അപ്പൊ NSS സ്ഥാപിതമായ വർഷം 1914. NSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നായർ സർവീസ് സൊസൈറ്റിയാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നായർ ഭൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിലേക്ക് മാറിയത് ഏത് വർഷമാണ്? 1915 ജൂലൈ 11. അപ്പം നായർ ഭൃത്യജന സംഘം എന്ന പേര് മാറ്റി NSS എന്ന പേരിലേക്ക് മാറിയത് ഏത് വർഷമാണ്? 1915 ജൂലൈ 11. പ്രീവിയസ് ആണ് ഈ ചോദ്യം, പ്രീവിയസ് ആണ്.
ഇനി നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? കെ പരമുപിള്ളയാണ്. എന്ത്? നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? കെ പരമുപിള്ളയാണ്. ഇനി NSSന് 2 പേരുകളും കൂടിയുണ്ട്. ആ 2 പേരുകളാണ് മലയാളി സഭ, അതേപോലെ തന്നെ കേരള നായർ സംഘടന. മലയാളി സഭ അതുപോലെ തന്നെ കേരള നായർ സംഘടന എന്നറിയപ്പെടുന്ന 2 പേരുകളും കൂടി എന്തിനുണ്ട്? NSSനുണ്ട്. അപ്പോൾ ഈ പേരിൽ ചോദിച്ചാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. മലയാളി സഭ രൂപീകൃതമായ വർഷം ഏത്? എന്താണ്? 1914. അതേപോലെ തന്നെ കേരള നായർ സംഘടന രൂപീകൃതമായ വർഷം ഏതാണ്? അതും എന്ന് തന്നെയാണ്, 1914 തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പൻ. ആരാണ്? കെ കേളപ്പനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ആദ്യത്തെ സെക്രട്ടറിയോ? മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണെന്നും ഓർത്തുകൊള്ളുക. ഇനി ഇവർക്കും ഒരു മുഖപത്രമുണ്ട്, അതാണ് സർവീസ്. ഇത് പ്രീവിയസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. NSSന്റെ മുഖപത്രം ഏതാണ്? സർവീസ് ആണ്. ഓക്കെ. NSSന്റെ ആദ്യ ട്രഷറർ ആരാണ്? പനങ്ങാട്ട് കേശവ പണിക്കരാണ്. അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനും ആദ്യത്തെ ട്രഷറർ ആരാണ്? പനങ്ങാട്ട് കേശവ പണിക്കരുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി NSSന്റെ മുഖപത്രമാണ് സർവീസ് എന്ന് പറയുന്ന മുഖപത്രം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, PSC ചോദിച്ചിട്ടുള്ള പോയിന്റാണ്. ഏത്? സർവീസ് എന്നുള്ളത് ഏതിൻ്റെ മുഖപത്രമാണ്, അല്ലെ NSSന്റെ മുഖപത്രം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെയാണ്? കറുകച്ചാലിലാണ്. എവിടുന്നാണ്? കറുകച്ചാലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? സർവീസസ് നമ്മുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പം നമ്മുടെ സാധുജന പരിപാലനം എവിടെ നിന്നായിരുന്നു? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ് എന്ത് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്? സാധുജന പരിപാലനി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ഞാൻ വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഇനി NSSന്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് പത്തനംതിട്ടയിലെ തട്ടയിലാണ്. NSSന്റെ ആദ്യത്തെ കരയോഗം നമ്മൾ ഇന്ന് കാണാം, ഇഷ്ടംപോലെ കരയോഗം എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തും ഓരോ കരയോഗങ്ങളുണ്ട്. എന്നാൽ ഈ കരയോഗത്തിലെ ആദ്യത്തെ കരയോഗം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ തട്ടയിലാണെന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ. ഇനി NSSന്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ്? കറുകച്ചാലാണ്. കറുകച്ചാൽ കോട്ടയത്ത് തന്നെയാണ്. ഈ കറുകച്ചാൽ വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സർവീസ് എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ഇനി NSS സ്കൂളിൻ്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആര് തന്നെയാണ്? NSSന്റെ ആദ്യത്തെ പ്രസിഡന്റായ കെ കേളപ്പൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? NSS സ്കൂളിൻ്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ NSS സ്കൂൾ, കറുകച്ചാലിലുള്ള NSS സ്കൂളിൻ്റെ ഫോട്ടോയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ സർവീസ് എന്ന് പറയുന്ന NSSന്റെ മുഖപത്രമാണ്. മന്നത്ത് പത്മനാഭൻ തന്നെയാണ് ഇതിൻ്റെ മുഖചിത്രമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പം അഖിലാണ്ട മണ്ഡലം എന്ന പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുള്ള പ്രാർത്ഥനയാണ് അല്ലേ? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് പറയുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന രചിച്ചത് KP രാമൻ പിള്ളയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NSSന്റെ ആൾക്കാർ ഭവന സന്ദർശനം നടത്തുന്ന സമയത്ത് നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഏതെന്ന് പറയുന്നത്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് പറയുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന രചിച്ച വ്യക്തിയാണ് KP രാമൻ പിള്ള. ഇതും ഒരു വട്ടം 1-2 വട്ടം മാത്രം PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് KP രാമൻ പിള്ള. ഇനി NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടിയാണ് ഏതെന്ന് പറയുന്നത്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഏത് പാർട്ടി? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. അപ്പോൾ NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്ന് ഓർത്തുകൊള്ളുക. NSSന്റെ ആദ്യത്തെ ആശുപത്രി വന്നത് പന്തളത്താണ്. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ് എന്ത് ചെയ്തത്? NSSന്റെ ആദ്യത്തെ ആശുപത്രി സ്ഥാപിതമായത്. NSSന്റെ ആദ്യ കോളേജ് ആരംഭിച്ചതോ? ചങ്ങനാശ്ശേരിയിലെ NSS ഹിന്ദു കോളേജ് ആണ് ഏതെന്ന് പറയുന്നത്? NSSന്റെ ആദ്യത്തെ കോളേജ്. ഈ വന്ന വർഷമാണ് 1947. അപ്പോൾ 1947 എന്ത് ചെയ്യുന്നത്? നമ്മുടെ NSSന്റെ ആഭിമുഖ്യത്തിൽ ഒരു കോളേജ് ആരംഭിക്കുന്നത്. എവിടെ? ചങ്ങനാശ്ശേരിയിൽ. ഏത് കോളേജ്? NSS ഹിന്ദു കോളേജ്. ഇതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പളാണ് ആരെന്ന് പറയുന്നത്? TK നാരായണ അയ്യർ. ഈ പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്നും ഓർത്തിരിക്കാൻ വേണ്ടി കൊടുത്തതേ ഉള്ളൂ. ഏത്? ആദ്യത്തെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ആരാണെന്ന്? TK നാരായണ അയ്യർ ആണെന്ന് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ NSS ഹിന്ദു കോളേജ്. 1947 ചങ്ങനാശ്ശേരിയിൽ സ്ഥാപിതമായ NSSന്റെ ഹിന്ദു കോളേജിൻ്റെ പിക്ചറാണിത്. ഓക്കെ. അപ്പോൾ ഇനിയും അടുത്ത സംഘടനയാണ് ലാ ജനാദ് മുഹമ്മദീയ സംഘം. ഇത് സ്ഥാപിതമായത് 1915. ഏതാണ്? ലാ ജനാദ് മുഹമ്മദീയ സംഘം. ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്ന വ്യക്തി NH മുഹമ്മദ് കുട്ടിയാണ്. ആരാണ്? NH
മുഹമ്മദ് കുട്ടിയാണ് ഇത് ലാ ജനാദ് മുഹമ്മദീയ സംഘത്തിന്റെ സ്ഥാപകൻ. ഏതു വർഷം സ്ഥാപിക്കപ്പെട്ടു? 1915. ഓക്കെ. അപ്പൊ ഈ തിരുവിതാംകൂറിലെ മുസ്ലിം സമുദായത്തിന്റെ സാമൂഹികവും സാംസ്കാരികപരവുമായ ഉന്നമനം ലക്ഷ്യമാക്കി നിലവിൽ വന്ന സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ലാ ജനാദ് മുഹമ്മദീയ സംഘം എന്ന് പറയുന്ന സംഘടന. വക്കം അബ്ദുൽ ഖാദർ മൗലവി നമുക്കറിയാവുന്ന വ്യക്തിയാണ്. നമ്മുടെ നവോത്ഥാന പരിഷ്കർത്താക്കളിൽ വരുന്ന ഒരാളാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹത്തിന്റെ പ്രേരണയാലാണ് എന്ത് ചെയ്യുന്നത്? ഈ സംഘടന സ്ഥാപിക്കപ്പെടുന്നത്. പക്ഷേ ഈ സംഘടനയുടെ സ്ഥാപകൻ ഇദ്ദേഹം അല്ല. നമുക്ക് ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വല്ലതും തരുവാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു പോകരുത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രേരണയാൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ലാ ജനാദ് മുഹമ്മദീയ സംഘം എന്ന് പറയുന്ന ഈ ഒരു സംഘടന. പക്ഷേ ഇതിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് NH മുഹമ്മദ് കുട്ടിയാണെന്ന് ഓർത്തിരിക്കണം. അപ്പൊ സ്ഥാപകൻ NH മുഹമ്മദ് കുട്ടി ആരുടെ പ്രേരണയാൽ സ്ഥാപിക്കപ്പെട്ടു? നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രേരണയാൽ സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ. ഇതിന്റെ സ്ഥാപകനായിരിക്കും ഇമ്പോർട്ടൻ്റ്. കാര്യം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി കിടക്കുന്നത് കൊണ്ട് ചിലപ്പം അദ്ദേഹം ആയിരിക്കും എന്തായിട്ട് ഓർമ്മ വരിക? സ്ഥാപകനായിട്ട് ഓർമ്മ വരിക. അല്ല, NH മുഹമ്മദ് കുട്ടിയാണ്. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മുടെ ആത്മവിദ്യാസംഘമാണ്. ഇത് നമ്മൾ ഒരുപാട് PSC പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുള്ള, കേട്ടിട്ടുള്ള, ചോദിച്ച് PSC തന്നെ മടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഏത്? ആത്മവിദ്യാസംഘം എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആണെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മൾ കാണുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം 1917 ഏത് സംഘടന സ്ഥാപിക്കുന്നത്? ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത്. ഇതിന്റെ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഇദ്ദേഹമാണ് ആ വ്യക്തി. ഏത്? വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി. നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ഈ സംഘടനകളെ കുറിച്ച് എപ്പോഴും പഠിക്കാറുണ്ട്. അപ്പൊ ഇത് സ്ഥാപിതമായ വർഷം 1917. ഈ ഒരു സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ ആരാണ്? മലബാർ ആയിരുന്നു. എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആത്മവിദ്യാസംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല ഏതാണ്? മലബാർ ആയിരുന്നു. ഇനി ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിതയാണ് ഏതെന്ന് പറയുന്നത്? സ്വതന്ത്ര ചിന്താമണി. ഏതു വർഷം എഴുതപ്പെട്ടു? 1921 എഴുതപ്പെട്ട കവിതയാണ് ഏതെന്ന് പറയുന്നത്? സ്വതന്ത്ര ചിന്താമണി. ഞാനത് എടുത്തു പറയാൻ കാര്യം ഇനി ഇതിന്റെ മുഖപത്രം വരുന്നുണ്ട്, അപ്പൊ തിരിഞ്ഞു പോകരുത്, അതുകൊണ്ടാണ്. അപ്പൊ ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിതയാണ് ഏതെന്ന് പറയുന്നത്? സ്വതന്ത്ര ചിന്താമണി. മുഖപത്രം ഏതാണെന്ന് ചോദിക്കുമ്പോൾ സ്വതന്ത്ര ചിന്താമണി ഒരിക്കലും എഴുതരുത്. ഇത് അദ്ദേഹത്തിന്റെ കവിതയാണ്. ഏതു വർഷം എഴുതപ്പെട്ടു? 1921 എഴുതപ്പെട്ടു. ഇനി ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം ഏതാണ്? അഭിനവ കേരളം. 1921 തന്നെയാണ് എന്തും വരുന്നത്? അതിന്റെ മുഖപത്രമായ അഭിനവ കേരളവും തുടങ്ങുന്നത് എന്ന് തന്നെയാണ്? 1921 ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ കവിത സ്വതന്ത്ര ചിന്താമണിയും മുഖപത്രം അഭിനവ കേരളവുമാണ്. രണ്ടും ഒരേ വർഷം തന്നെയാണ്, 1921 ഓർത്തിരിക്കുക. ഇനി ആത്മവിദ്യാസംഘത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്ന എവിടെയാണ്? കാരക്കാടാണ്. നമ്മുടെ യോഗക്ഷേമ സഭയുടെയോ? അത് ആലുവയിലായിരുന്നു. ഓക്കെ. അപ്പൊ ആത്മവിദ്യാസംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം കാരക്കാടാണെന്ന് ഓർത്തിരിക്കുക. ആത്മവിദ്യാസംഘത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ പ്രധാന നേതാക്കളാണ് K ദേവയാനി, P ഭാരതി അമ്മ, M ലക്ഷ്മിക്കുട്ടി അമ്മ. അപ്പൊ ഇനി 4 ഓപ്ഷൻസ് തന്നിട്ട് ആത്മവിദ്യാസംഘത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ പ്രധാന നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരായിരിക്കും? ഇവര് 3 പേരെ കൂടാതെ ആ ഓപ്ഷനിൽ വരുന്ന ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് വേണേലും ചോദിക്കാം. ഓക്കെ. ഇനി വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം പുന്നപ്രയാണ്. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയില്. ഏത് വർഷം? 1932. ഓക്കെ. ഇനി ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതിയാണ് ഏതെന്ന് പറയുന്നത്? ആത്മവിദ്യ എന്ന് പറയുന്ന കൃതി. എന്ത്? ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ. പ്രീവിയസ് ചോദ്യമാണ്. ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ ആത്മവിദ്യയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ഏത്? ആത്മവിദ്യാ കാഹളം. ഏത് വർഷം വന്നു? 1929 വന്നു. അപ്പം ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം ഏതാണ്? നമ്മുടെ അഭിനവ കേരളമാണ്. ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ഏതാണ്? ആത്മവിദ്യാ കാഹളമാണ്. ഏത് വർഷം? 1929.
ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നതോ അത് ആത്മവിദ്യയാണെന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം കൂടി തിരിഞ്ഞു പോകരുത്. ഇനി അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം എന്താണ്? നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഇതാണ് എന്തെന്ന് പറയുന്നത്? അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് പറയുന്നത് ഏതിന്റെ മുദ്രാവാക്യമാണ്? നമ്മുടെ ആത്മവിദ്യാസംഘത്തിന്റെ മുദ്രാവാക്യമാണെന്ന് ഓർത്തിരിക്കുക. അടുത്തതാണ് സഹോദര സംഘം. ഇതും നമ്മുടെ ആത്മവിദ്യാസംഘം വന്ന വർഷം തന്നെയാണ് 1917. അപ്പൊ ഇതിന്റെ സ്ഥാപകൻ സഹോദരൻ അയ്യപ്പനാണ്. ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സഹോദരൻ തന്നെയാണ് എന്ത്? സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ എന്ന് പറയാം. ഇത് സ്ഥാപിതമായ വർഷം 1917 തന്നെയാണ്. ഇനി സഹോദര സംഘത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിശ്ര വിവാഹവും മിശ്ര ഭോജനവും വഴി ജാതി നശിപ്പിക്കുക. അതായത് സവർണരും അവർണരും തമ്മിൽ വിവാഹിതരാകുക, അല്ലെങ്കിൽ സവർണരും അവർണരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതൊന്നും അന്നത്തെ കാലത്ത് ഒട്ടും സാധാരണമായൊരു കാര്യമല്ലായിരുന്നു. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുക? ജാതികൾ തമ്മിലുള്ള ഈ ഒരു വ്യത്യാസത്തിലൂടെ എന്ത് ചെയ്യുക? ഈ ജാതി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ഉദ്ദേശം? നമ്മുടെ സഹോദരൻ അയ്യപ്പന്റെ ഉദ്ദേശം. അങ്ങനെ അദ്ദേഹം രൂപം കൊടുത്ത സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? സഹോദര സംഘം. ഏത് വർഷം? ആത്മവിദ്യാസംഘത്തിന്റെ അതേ വർഷമായ 1917 എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെ മുഖപത്രമാണ് സഹോദരൻ. അത് വന്നതും ഏത് വർഷം? 1917 തന്നെയാണ്. ഇനി മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമ വാക്യത്തോടെ അച്ചടിച്ചിരിക്കുന്ന മാഗസിനാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സഹോദര സംഘത്തിന്റെ മാഗസിനായ സഹോദരൻ. ഈ സഹോദര സംഘത്തിന്റെ മാഗസിനായ സഹോദരൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്നാണ് തുടങ്ങുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ വർഷം 1917 സ്ഥാപകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണെന്ന് ഓർത്തിരിക്കുക. ഇനി സഹോദരൻ എന്ന മാസിക ആരംഭിച്ച സ്ഥലം മട്ടാഞ്ചേരിയാണ്. ഓക്കെ, അപ്പൊ സഹോദരൻ എന്ന മാസിക ആരംഭിച്ച സ്ഥലം ഏതാണ്? മട്ടാഞ്ചേരിയാണ്. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? സഹോദരൻ എന്ന് പറയുന്നത്. അപ്പൊ റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയത് ഏത് മലയാള പ്രസിദ്ധീകരണത്തിലാണെന്ന് ചോദിച്ചാൽ ഏതിലാണ്? അത് സഹോദരൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ്. ഓക്കെ, ഇനി ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയില് സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. അപ്പൊ ഇത് രണ്ടും മാറിപ്പോകരുത്. സഹോദരൻ എന്ന് പറയുന്നത് അതിന്റെ മുഖപത്രമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഏതെന്ന് പറയുന്നത്? വേലക്കാരൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. ഓക്കെ, ഇനി വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയ വ്യക്തിയും ആര് തന്നെയാണ്? നമ്മുടെ സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയ വ്യക്തിയും ആര് തന്നെയാണ്? നമ്മുടെ സഹോദരൻ അയ്യപ്പൻ തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി മിശ്രഭോജന പ്രസ്ഥാനം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സഹോദര സംഘത്തിന്റെ തന്നെ ലക്ഷ്യം എന്തായിരുന്നു? മിശ്രഭോജനവും മിശ്ര വിഭാഗവും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇനി മിശ്രഭോജന പ്രസ്ഥാനം എന്ന് പറഞ്ഞു തന്നെ 1917 അദ്ദേഹം വേറൊരു പ്രസ്ഥാനം കൂടി രൂപീകരിച്ചിരുന്നു. ഇതിന്റെ സ്ഥാപകനും അദ്ദേഹം തന്നെയാണ്. ആര്? നമ്മുടെ സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. സ്ഥാപിതമായ വർഷം 1917 മെയ് 29 മിശ്രഭോജനത്തിൽ പങ്കെടുത്തവരെ ആഢ്യന്മാർ വിളിച്ചിരുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞത്? പുലച്ചോലന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് ഈ മിശ്രഭോജനത്തിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരെ ആഢ്യന്മാർ വിളിച്ചിരുന്ന പേര് എന്താണ്? പുലച്ചോലന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, ഈ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലമാണ് ഏത്? ചെറായി എന്ന് പറയുന്ന സ്ഥലം. ചെറായി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്തത്? മിശ്രഭോജനം എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന് തുടക്കം കുറിച്ചത്. ഇനി പിൽക്കാലത്ത് പൊതുസമൂഹത്തിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതാണ്? മിശ്രഭോജനമാണ്. അപ്പം പിൽക്കാലത്ത് പൊതുസമൂഹത്തിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്താണ്? മിശ്രഭോജനമാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. ഇത് ഞാൻ തുടക്കം 1836 നമ്മുടെ സമത്വ സമാജം തൊട്ട് 1917 വരെയുള്ള കാര്യങ്ങളാണ് എന്തിന്
ഇതിനകത്ത് വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് കണക്ട് ചെയ്ത് ഇതിപ്പം ക്രമത്തിൽ എഴുതുക, രൂപീകരിക്കപ്പെട്ട വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഓർത്തെഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ് കണ്ട് ഈ ഒരു ഇത്രയും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അപ്പം നമുക്കിനി ചോദിക്കുന്നത് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകളുമായിട്ട്, അതായത് ബാക്കി നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.